യെസ്, വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർക്കിളിൽ ചോദിക്കുന്ന വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും എന്റെ കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് ഇക്വേഷൻ അറിയോ? ഇതാണ് ഇക്വേഷൻ. ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എന്ന് എഴുതുക. എന്നിട്ടതാ ഇതും മൾട്ടിപ്ലൈ ചെയ്യുക. അതും ഇതും എന്ന് പറഞ്ഞാൽ ഏതാണ്? എ പി ഇൻറ്റു പി ബി ആണ് ചെയ്യേണ്ടത്. ഏത് വന്നാലും ഈ ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? സോ ആർ സ്ക്വയർ എന്ന സ്ഥലത്ത് എന്താ എഴുതണ്ടത്? ആർ സ്ക്വയർ തന്നെ എഴുതുക, കാരണം റേഡിയസ് തന്നിട്ടില്ല. സോ ആർ സ്ക്വയർ. ക്ലിയർ ആണോ? ഇവിടെ ഉള്ള ഈ മെഷർ ഇല്ലേ, ഈ മെഷർ അതാണ് ഡി. ക്ലിയർ അല്ലേ? ഇവിടെ ഇങ്ങനെ ഒരു മെഷർ തന്നിട്ടുണ്ടാവും എല്ലാ ക്വസ്റ്റ്യനിലും. ഇവിടെ തന്ന ഈ മെഷറാണ് ഡി. സോ ഡി സ്ക്വയർ എന്നുള്ളടത്ത് എന്താ എഴുതുക? 9. എങ്ങനെ 9 വന്നെന്ന് മനസ്സിലായോ? 3 സ്ക്വയർ 3 × 3 9 ഈക്വൽ ടു എ പി എന്ന സ്ഥലത്ത് എന്താ എഴുതുക? എ പി നോക്കൂ, എ പി എത്രയാണ്? 4 അല്ലെ? 4 ഇൻറ്റു പി ബി എന്ന സ്ഥലത്ത് എന്താ എഴുതുക മക്കളെ? 1. സോ വെരി ഈസി ആയിട്ട് ഇനി ആൻസർ എഴുതാൻ പറ്റും. ആർ സ്ക്വയർ മൈനസ് 9 ഈസ് ഈക്വൽ ടു 4 × 1 എത്രയാണ്? 4 അല്ലേ? ഇനി ഇതിൽ ഒരേപോലത്തെ ആളുകൾ ഒരുമിച്ച് എഴുതുകയാണ് വേണ്ടത്. ഇതിൽ ഒരേപോലത്തെ ആളുകൾ ആരൊക്കെയാണ്? -9ഉം 4ഉം അല്ലേ? ഇവരാണ് ഒരേപോലത്തെ ആളുകള്. ഇവരെ ഒരുമിച്ച് എഴുതുകയാണ് വേണ്ടത്. സോ ഇങ്ങനെയാണ് കിട്ടുക ആൻസർ. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. ഈ -9 ഇങ്ങോട്ട് വരുമ്പോ എന്താ വരിക? +9. ക്ലിയർ അല്ലേ? സോ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 13. സ്ക്വയർ പോകുമ്പോ മറ്റേ സ്ഥലത്ത് എന്താ സംഭവിക്കുക? റൂട്ട് വരും. സോ ആർ ഈക്വൽ ടു √13. വെരി സിമ്പിൾ ആണ്, ബട്ട് പവർഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി നേരട്ടെ, ചെയ്യോ? യെസ്.